ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് ഇപ്പോൾ ട്രെയിനിലാണുള്ളത്. ഞങ്ങളിത് പാലക്കാട് വരെ പോവാണ്. ഞങ്ങൾ പാലക്കാട് എന്തിനാണ് പോകണമെന്നുള്ളത് വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിനിലാണ്. നമ്മൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ ട്രെയിനിലാണ്. സ്വന്തം നാടാണ് ഗൈസ്, ഇവരെ സ്വന്തം നാടാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കോയമ്പത്തൂരിന് അടുത്തോണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോണതാണ്. ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണിച്ചുതരാം. ബൈ. സംഭവം ഞാൻ കോമ്പാക്ട് പൗഡർ ഇട്ടപ്പോൾ നെറ്റീൻ്റെ അവിടോട്ട് ഇടാൻ മറന്നുപോയി ഗൈസ്. ഞാനത് പുറത്തിറങ്ങി ട്രെയിനിൽ കയറിയതിന് ശേഷമാണ് കണ്ടത്. നിങ്ങൾ എന്തായാലും ഇൻട്രോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യുക ഗൈസ്, ഞാൻ വിട്ടുപോയതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളെന്തായാലും ഓട്ടോയിലോട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വരെ പോകുകയാണ്. എന്തായാലും നമുക്ക് ചട്ടിച്ചോറ് കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ പോകുന്നത്. പോണ വഴിക്ക് ഒരാളെയും കൂടെ പിക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടെ നിന്ന് ട്രെയിനൊക്കെ എപ്പോഴാണോ എന്തോ സത്യമായിട്ട് ഞാനിത് അവിടെ പഠിക്കുന്ന സമയത്ത് എടുത്തു വെച്ച വ്ളോഗാണ്. ഇതിൻ്റെ ഇടയിൽ ഇത് ഇടാൻ ഞാൻ മറന്നുപോയി, എഡിറ്റ് ചെയ്യാൻ ഞാൻ മറന്നുപോയി. അങ്ങനെ നമ്മൾ ഈ ട്രെയിനിലാണ് എന്തായാലും നമ്മൾ കയറുന്നത്. അത് ചാടി അവർ രണ്ടുപേരും ആദ്യമേ സൈഡ് സീറ്റ് കയറി അങ്ങോട്ട് ഇരുന്നു. ക്യാമറ അങ്ങോട്ട് ഓൺ ആക്കിയ എന്താ ഒരു എനിക്ക് വരാറുണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ മുടി പിടിച്ചിടുന്നത്. ട്രെയിൻ ഇതിലെടുത്തിട്ട് പോസ്റ്റാണ്, പട്ടി പോസ്റ്റ്. ഇവിടെ ഒരാൾ ഇതേ സ്റ്റോറി ഇടുന്ന പരിപാടിയിലാണ്. എന്താ വെച്ചു ഇങ്ങനെ ഇരുന്ന് കുത്തുന്നത്? ഇത് നോക്ക്, കുഞ്ഞിക്കാല് വലിയ കാല് അങ്ങനെ വല്ല എന്റെ ധ്യാനക്കല കണ്ടോ. വേറൊരുതിന്റെ കാര്യം നോക്ക് ഗൈസ്, ഞങ്ങളുടെ എല്ലാവരും ചെരുപ്പ് ഗൈസ് നോക്ക്. സത്യം പറഞ്ഞ അൺപ്ലാനഡ് ഒരു സംഭവം, നമ്മൾ പ്ലാൻ ചെയ്തത് അല്ല. പോണത് ഇതൊക്കെയാണ് ക്യാമ്പിൽ കേട്ടില്ല. പിടിച്ച സ്ഥലം ഫോക്കസ് ആവണ്ട. വെയില് പാലക്കാട് എത്തി ഗൈസ്. ദേ ഞങ്ങൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ. മുടി അയ്യോ, അയാൾ നോക്കണോ? അങ്ങനെ ഞങ്ങൾ അവളെയും പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ വേറൊരു ഹോട്ടലിലാണ് ആക്ച്വലി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ആ ഷോപ്പ് ക്ലോസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയിട്ട് നമുക്ക് എന്തായാലും ചട്ടിച്ചോറ് കഴിച്ചേ പറ്റുള്ളൂ എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ വന്നത്. അങ്ങനെ പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കുറച്ച് സംഭവങ്ങളെ കാണത്തുള്ളൂ, നല്ല റേറ്റും ആയിരിക്കുമെന്ന്. അതേപോലെ തന്നെ കിട്ടി, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയായിരുന്നു. അപ്പോൾ മെനു കാർഡൊക്കെ വെറുതെ ഇരുന്ന് നോക്കുന്നതേ ഉള്ളൂ. ആക്ച്വലി ഞങ്ങൾ ചട്ടിച്ചോറ് ഓൾറെഡി ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ഫുഡെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരെണ്ണത്തിന് 200 അങ്ങോട്ട് ആയിട്ടുണ്ട്.
എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കാരണം കുറേ നാളായി ഇത് എടുത്തു വെച്ചിട്ട്. ഞാൻ അവിടെ ഉള്ള സമയത്ത് എടുത്തു വെച്ചതാണ്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരെണ്ണത്തിന് 200 ആയിട്ടുണ്ട്. പക്ഷെ അതിൽ അധികം സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവർ അത് കഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവർ അത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ഇതുവരെയും കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സങ്കടമില്ലായിരുന്നു, അവർക്ക് സങ്കടമായിപ്പോയി കേസ് അത് കൊണ്ടുവച്ചപ്പോൾ. എന്നാലും വിശപ്പുള്ളതുകൊണ്ട് ഇരുന്ന് കഴിച്ചു ഞങ്ങൾ എന്തായാലും. ഫുഡ് ആക്ച്വലി നല്ലതായിരുന്നു, പക്ഷേ ക്വാണ്ടിറ്റി കുറവായിരുന്നു, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ പ്രശ്നം. ഈ വേറെ സ്ഥലത്തൊക്കെ ഇവർ പോയി കൊണ്ടുപോകാമെന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനവിടെ പോയിട്ടില്ല. അപ്പം ഞാൻ ഇത്ര വെച്ച് നിർത്തി. ബാക്കി അവർ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും അവർ സങ്കടത്തോടെയാണ് കഴിക്കുന്നത്. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിരുന്ന് കഴിക്കുന്നത്. എത്രയാടാ ഒന്ന് പറയുന്നാലും അച്ചു ടോട്ടലാ 199 ചക്കച്ചോറ്, ലൈം ജ്യൂസ് 25, രണ്ടെണ്ണം 50, ടോട്ടൽ 888. ഒന്നുമില്ല ഗൈസ് അതിന്. എന്നിട്ട് നമ്മൾ ഫാൻസിയിൽ പോയി. ഇത് എനിക്ക് തോന്നുന്നു പാലക്കാടുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമായിരിക്കും, MK ബുട്ടീക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് അവർക്ക് മറ്റേ ഇതുമുണ്ട്, എന്താ ഡ്രസ്സിൻ്റെ ഇതുമുണ്ട്. അങ്ങനെ അവിടെ നിന്ന് എന്തൊക്കെയോ വാങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ ടയേർഡായി ഗൈസ്. പാലക്കാടിൻ്റെ ചൂട് കാരണം ടയേർഡായി. ഞാൻ കുറേ വീഡിയോ ഒക്കെ ഇതിൻ്റെ ഇടയിൽ സ്കിപ്പ് ചെയ്തു, അവിടുത്തെ കുറേ വീഡിയോസ് സ്കിപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പിന്നും തിരിച്ചെത്തിയിട്ട് എന്താ ഞാനും ഇവളും മാത്രമേ ഉള്ളൂ. അവർ രണ്ടുപേരും അവരുടെ വീട്ടിലോട്ടാണ് തിരിച്ചു പോയത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരാൾ കയറിയപ്പോൾ തന്നെ ഹെഡ്സെറ്റും വെച്ച് പാട്ടും കേട്ട് ഇരിപ്പ് തുടങ്ങി. ഇവൾ ക്യാമറ കണ്ട എപ്പോഴും മുഖപ്പത്തി കളയും. അവളങ്ങനെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ വരാത്തൊരാളാണ്. അവളങ്ങനെ ഫോട്ടോയ്ക്ക് പോലും നിൽക്കാറില്ല. തംബ്നെയിലിലെ ഫോട്ടോ ഈ പിടിച്ച് വെച്ചെടുത്തതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഗേസ്. ഞങ്ങൾ എന്നിട്ട് ബസ്സിൽ കയറി നമ്മുടെ റൂമിലോട്ട് പോയി. ടാറ്റാ.